തെളിവുകൾ ഞാൻ തരാം. പാമ്പ് കടിയേറ്റാൽ പേടിപ്പിക്കാതിരിക്കുക. ഇപ്പോൾ വയറിന് വീക്കമുണ്ടോ, കിഡ്നി ട്രബിൾ, അപ്പോൾ നമുക്ക് ഡയാലിസിസ് വേണം. ഡയാലിസിസ് യൂണിറ്റിൽ നമ്മൾ എന്തിനാ അവിടെ കൊണ്ടുപോകും? എൻ്റെ അതിഥികളുടെ കടിയേറ്റ് മരണപ്പെടുന്ന എല്ലാം എനിക്ക് വിഷമം തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, പാമ്പ് കടിയേറ്റ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് മരണപ്പെടുന്ന എത്ര കേസുകൾ നിങ്ങൾക്ക് വേണം? അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട്, ഒരു നായുടെ വില പോലും കൊടുക്കാതെ അവരെ മാറ്റി നിർത്തിക്കൊണ്ട്, പാമ്പ് എന്താണെന്ന് അറിഞ്ഞൂടാത്ത ആൾക്കാരാണ് പാമ്പിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റും. വലിയ മൂർഖൻ്റെ കടിയേക്കാളും അവരകമാണ് ചെറിയ മൂർഖൻ്റെ കടിയാണ്. എന്ത് വിവരമില്ലായിരുന്നു. ചില സമയത്ത് ഒറ്റയ്ക്ക് കരയാറുണ്ട്. എന്നിട്ട് ഇതിനെത്രയും നമ്മൾ ചെയ്തിട്ട് നമ്മൾ ജീവിതം കളഞ്ഞ് നമ്മുടെ പാമ്പേ അല്ലെങ്കിൽ വനം വകുപ്പ് എന്ന് പറഞ്ഞ് നടന്നിട്ട് നമ്മുടെ വനം വകുപ്പിൽ നിന്ന് തന്നെ ചില 1-2 വ്യക്തികൾ, അത് എന്തിൻ്റെ ബേസിലാണോ, ഇനി എൻ്റെ കളറിൻ്റെ ബേസിലാണോ, അല്ലെങ്കിൽ എൻ്റെ ഞാൻ വിശ്വസിക്കുന്ന തത്വങ്ങളുടെ ബേസിലാണോ, അത് ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വാവാ സുരേഷിനെ പൂട്ടണം എന്നാണ് അവിടെ ചർച്ച ചെയ്തത്. അങ്ങനെ കേസുള്ള ഒരു പാമ്പിനെ പിടിക്കാൻ നമ്മൾ 5 കേസുള്ള ഒരാളാണ് ട്രിവാൻഡ്രത്ത് പാമ്പിനെ പിടിക്കുന്നത് വനം വകുപ്പിൽ. ഇതെന്താ അടിമ രാജ്യമാണ്, അടിമ ലോകമാണ്, അല്ലെങ്കിൽ അടിമയാണോ ഈ കേരളം? ബാത്റൂമിൽ ഉപയോഗിക്കുന്ന കപ്പലാണ് എനിക്ക് വെള്ളം കൊണ്ടത്. നമ്മൾ കേരളത്തിൽ നടന്ന സംഭവമാണ്. അദ്ദേഹം ഒരു 500 രൂപ എനിക്ക് എടുത്തുകൊണ്ട് തന്നു. അപ്പോൾ ഞാനിങ്ങനെ കൈ തെറ്റി ഇങ്ങനെ വാങ്ങിക്കാൻ പോയി പുള്ളി പെട്ടെന്ന് കയ്യിലിങ്ങനെ ഇട്ടു. ഇങ്ങനെ ഒരു അമ്മ പാമ്പിനെ പാമ്പിനെയൊക്കെ പിടിക്കാൻ ക്ഷീണിച്ചപ്പോൾ എനിക്ക് 2000 രൂപ എടുത്തുകൊണ്ട്. അപ്പോഴാണ് വേറെ ആൾ അവിടെ നിന്ന് ഈ ശാസ്ത്രീയമായിട്ട് തേങ്ങ പറക്കാൻ പോയവർക്കാണോ 128 പേർക്ക് കടി കിട്ടിയത്, 2 പേർക്ക് രാജഗോപാലെ കടി കിട്ടി. ഇതെന്തുകൊണ്ട് പറയുന്നില്ല? അവർ പറയൂല. എൻ്റെ വീട്ടിൽ ഗേറ്റിൽ കൊണ്ട് ഒട്ടിച്ച് പോയി, മെയിൻ റോഡിൻ്റെ സൈഡിൽ ഗേറ്റിൽ കൊണ്ട് വാറണ്ട് ഒട്ടിച്ച് പോയി. ആരും ഈ ലോകത്ത് എവിടെയെങ്കിലും നടക്കും. ഒരുത്തൻ കമൻസ് ഇട്ടിരിക്കുന്നു, വാവാ സുരേഷിൻ്റെ പേരിൽ വനം വകുപ്പ് കേസെടുത്തിട്ടുണ്ട്, അറിഞ്ഞിട്ടാണോ വരുന്നതെന്ന് ഒരുത്തൻ എൻ്റെ അടി കമൻസ്. നമസ്കാരം, പ്രിയ പ്രേക്ഷകർക്ക് സി മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. മുഖവുരകൾ ആവശ്യമില്ലാത്ത ഒരു അതിഥിയാണ് ഇന്ന് എനിക്കൊപ്പമുള്ളത്. മലയാളികളുടെ പ്രിയപ്പെട്ട വാവാ സുരേഷ്. സുരേഷിയുടെ നമസ്കാരം. ചൂടുകാലമാണ്, പാമ്പുകളെല്ലാം മാളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയമാണ്. അപ്പോൾ ഒരുപാട് പാമ്പ് കടിയേറ്റുള്ള മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സമയത്ത് കൂടിയാണ് നമ്മൾ സംസാരിക്കുകയും ചെയ്യുന്നത്. അല്ല, നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ചൂടുകാലം എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളൊരു അറിവാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മളിതിന് മുന്നേ നമ്മുടെ നാട്ടിൽ 37-38 ഡിഗ്രി ചൂടുണ്ടായിട്ടുണ്ട്. അന്ന് ഇത്രയും നമുക്ക് പാമ്പ് ഉണ്ടായിട്ടുണ്ട്, പാമ്പ് കടികളുണ്ടായിട്ടുണ്ട്. ഒന്നുമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ, നമ്മൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് പാമ്പുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ പാമ്പുകളെ കാണും. കാരണം ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി പോലുള്ള സ്ഥലങ്ങളിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പാമ്പിടി എൻ്റെ ഒരു 39 വർഷം പോട്ടെ, പബ്ലിക്കിന് വേണ്ടി 25 മേളിലേറെ സർവീസ് ഒന്ന് കൂട്ടാം. 25 കൂട്ടിയാൽ മതി, ബാക്കിയൊന്നും കൂട്ടാം. ഇപ്പോൾ എല്ലാവരും 1 വർഷം കഴിഞ്ഞിട്ട് 25 വർഷമായെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ 25 വർഷത്തെ സർവീസിനുണ്ട് എനിക്ക് തിരുവനന്തപുരം സിറ്റിക്കകത്ത് നിന്ന് വലിയ മൂർഖനെയോ ചെറിയ മൂർഖനെയോ കിട്ടിയിട്ടില്ല. അപൂർവമായിട്ടുള്ള വണ്ടിയിലും എല്ലാം വന്ന് ബോഡി വരുന്ന വണ്ടിയിലും എല്ലാം വന്ന് ഇറങ്ങിയെന്ന് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഇപ്പം നമുക്ക് കിട്ടുന്നത് നിങ്ങളുടെ ഈ കൈത്തണ്ടയ്ക്ക് കനമുള്ള ഇത്രയും വലിയ മൂർഖന്മാരെ കിട്ടും. എവിടെ നിന്ന് വരുന്നു, എങ്ങനെ വരുന്നു എന്നൊരു അറിവ് നമ്മുടെ നാട്ടിലില്ല. ഒരു പാമ്പിനെ ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞ് ക്ലാസ് എടുത്തിരുന്നു ഞാൻ. ഇപ്പോൾ പാമ്പിനെ കൊണ്ട് ആൾക്കാർ ഭയപ്പെടുമ്പോൾ അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ഇനി എൻ്റെ അമ്മയ്ക്ക് വിളിച്ചാലും എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആ ഒരു ആവശ്യം എനിക്കുണ്ട്. അപ്പോൾ ഞാനത് ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പാമ്പിൻ്റെ എണ്ണം കൂടുന്നു. ഇത് എവിടെ നിന്ന് വരുന്നു? ഞാൻ ഒറ്റ ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ. നമ്മുടെ നാട്ടിൽ പാമ്പിനെ പിടിക്കുന്നു, ശരിയാണ്. പാമ്പിനെ തുറന്നു വിടുന്നതിൻ്റെ എന്തെങ്കിലും ഒരു കണക്കുകൾ, എന്തെങ്കിലും പോളിസി നമ്മുടെ നാട്ടിലുണ്ടോ? നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഭാരതത്തിൽ ആകപ്പാടെ പാമ്പ് പിന്നെ പിടിച്ചാൽ റിലീസിങ് പോളിസി ഉള്ള ഒരു സംസ്ഥാനം മഹാരാഷ്ട്ര മാത്രമാണ്. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ പാമ്പുകളുടെ ഇപ്പോൾ ഞാൻ ഇന്നൊരു രാവിലെ ഒരു പാമ്പിനെ പിടിക്കാൻ പോകുമ്പോൾ ഒരു സ്ഥലത്ത് എത്താറായി പറഞ്ഞ് അത് വേറെ ഒരാളൊന്നും പിടിച്ചിട്ട് ആളാരെന്ന് പോലും അറിയില്ല. അപ്പോൾ ഇവർ വനം വകുപ്പിൽ കൊണ്ട്, ഇപ്പോൾ വനം വകുപ്പ് പിടിക്കുന്ന പാമ്പുകൾക്ക് അവർക്ക് പിടിക്കുന്ന പോളിസി കണക്കുകൊണ്ട്, വിടുന്ന കണക്കുണ്ട്. പിന്നെ ചില ആൾക്കാർ പിടിക്കുന്ന സാധനങ്ങൾ അവിടെ കൊണ്ടുപോയിക്കുന്നു, അതിൻ്റെ കണക്കുണ്ട്. ചില ആൾക്കാർ പിടിക്കുന്ന സാധനങ്ങളൊന്നും നമ്മുടെ വനം വകുപ്പിലേക്ക് എത്തുന്നില്ല, കൃത്യമായിട്ട് കാട്ടിലേക്ക് പോകുന്നില്ല. ഇത് പോണ വഴിക്ക് തുറന്നു വിട്ട് പോകുന്ന ഒരുപാട് പരാതി. നിങ്ങൾക്കറിയാം, നമ്മൾ പോർട്ട് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ട് അറിയാൻ പറ്റും. നമുക്ക് കരിക്കാത്തൊരു വീടിൻ്റെ പരിസരത്ത് 4-5 വലിയ മൂർഖന്മാരെ കൊണ്ടുവിട്ടൊരു പരാതി അവരവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ, പക്ഷേ ഒരുപാട് ആലപ്പുഴയായിരുന്നില്ല, എല്ലാ ജില്ലയിലും ഇങ്ങനെ ഒരു പരാതിയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് എന്താ പറയുക, ഒന്ന് സെറ്റാക്കി എടുക്കണം, ഒന്ന് ശ്രദ്ധിച്ചതിൻ്റെ കണക്കുകൾ. പിന്നെ നമുക്കറിയാം, നമുക്ക് നമ്മുടെ നാട്ടിൽ സർപ്പ എന്നൊരു ആപ്പുണ്ട്. സത്യം പറഞ്ഞാൽ ആപ്പ് നിയന്ത്രിക്കുന്നത് സർക്കാരല്ല, സർക്കാർ അത് നിയന്ത്രണം പറഞ്ഞു. ഇത് കാണുന്നവർ ഒരിക്കലും ഇത് തെറ്റിദ്ധാരണയാണെന്ന് പറയരുത്. ഇത് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ ഞാൻ പുള്ളിക്കാരനത് അയച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒരു എന്താ പറയുക, ഒരു ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ, ഒരു വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ലെപ്പേഡ് എന്ന് പറഞ്ഞൊരു സംഘടനയുടെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. പക്ഷേ അതിൽ ഈ ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ഓഫ് ഇന്ത്യ എന്നാണ് അതിൽ വെച്ചിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലായി, ഇന്ത്യൻ സർക്കാരിൻ്റെതല്ല അതൊരു വ്യക്തിയുടെ ചാരിറ്റബിൾ ട്രസ്റ്റാണ്. അപ്പോൾ അതൊക്കെ മാറി നമ്മുടെ സംസ്ഥാനത്തിന് വനം വകുപ്പ് ഇപ്പോൾ കാണിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഗുരുതര ക്രമക്കേടാണ് എന്ന തരത്തിൽ അത് ചേട്ടൻ അടിവരായിട്ട് പറയുന്നു. ഒരിക്കലും അത് പാടില്ല. നമ്മുടെ സർക്കാർ, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമുക്ക് കിട്ടുന്ന പാമ്പടിയുടെ സ്നേക്ക് ബൈറ്റ് ഡാറ്റാസ് അതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്, ഇത് ആർക്കാണ് പോകുന്നത്, എവിടെയാണ് പോകുന്നത്, അവർക്ക് എന്തെങ്കിലും വനം വകുപ്പിന് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ, എന്തെങ്കിലും കണക്കുകളുണ്ടോ? ഇപ്പം നമുക്ക് പാമ്പിനെ പിടിക്കുന്ന ഡാറ്റാസ് ഇത് ആർക്കാണ് പോകുന്നത്? നമ്മുടെ സർക്കാരാണ് പോകുന്നത്, നമ്മുടെ വനം വകുപ്പിനാണ് പോകുന്നത്? ഒന്നുമില്ല. ഇതൊരു സ്വകാര്യ കമ്പനിക്ക്, പിന്നെ സ്വകാര്യ കമ്പനി. ഇതൊക്കെ ആദ്യം നമ്മൾ നിയന്ത്രിക്കുക, അതല്ലേ ആദ്യം നമ്മൾ നിയന്ത്രിക്കുക.
ചെയ്യാതിരിക്കേണ്ടത്? കുറേ ആൾക്കാരെ പാമ്പ് പിടിക്കാൻ പടച്ചു വിട്ടിട്ട് അവരെന്ത് ചെയ്യും? ഇപ്പം ഇന്നത്തെ ഒരു കാണുന്നു 128 പാമ്പ് കൊടുത്തക്കാർ കേരളത്തിൽ, തിരുവനന്തപുരം ജില്ലയിൽ. എവിടെ അവർ പിടിക്കുന്ന പാമ്പുകൾ എവിടെ? എന്താണ് ഇതിൻ്റെ കണക്കുകൾ? എവിടെയെങ്കിലും കണക്കുണ്ടെങ്കിൽ കാണിക്കൂ. ഞാൻ കണക്കുണ്ടെങ്കിൽ കാണിക്കൂ. ഇതൊക്കെ നിർത്തിയില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പാമ്പടിയുടെ എണ്ണം കൂടും, മരണവും കൂടും. നിങ്ങൾക്കറിയാം ചൂട്, നിങ്ങൾക്ക് ഇന്നലെ ജനിച്ചവരല്ല, നിങ്ങൾക്ക് 10-30 വർഷം മുന്നേ ജനിച്ചു. നിങ്ങൾക്കറിയാം ഈ 30 വർഷത്തിനിടയിൽ 38 ഡിഗ്രി ചൂട് കേരളത്തിൽ ഉണ്ടായിട്ടില്ലേ? എന്ത് പാമ്പ് കടി ഉണ്ടായിട്ടുണ്ടോ? ഇത്രയും പാമ്പടി ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. എന്തുകൊണ്ട് ഇപ്പോൾ മാത്രം ഈ 2-3-4 വർഷത്തിന് ഇപ്പുറം? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. എന്തായിരിക്കും അങ്ങനെ ഒരു ഇത്രയും അധികം പാമ്പ് കടി സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യാനുള്ളത്? പല സ്ഥലത്തും ഞാൻ പറമ്പിൽ കൊണ്ട് തുറന്നു വിടുന്നു. ഇതിന് ഒരു സംശയമില്ല. എത്ര ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ പേരിൽ എന്ത് അതിനെ അമ്മയ്ക്ക് വിളിച്ചാലും എനിക്ക് പ്രശ്നമാണ്. 100 ഗ്രാം 100 തെളിവുകൾ ഞാൻ തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ ഒരു എന്താ പറയുക ഒരു സംവിധാനം ഉണ്ടാവണം. ഇപ്പോൾ ഈ നടക്കുന്ന സംവിധാനത്തിനെ മാറ്റി വെച്ചുകൊണ്ട് സർക്കാരിലേക്ക് ഒരു സംവിധാനം ഉണ്ടാവണം. സർക്കാരിലേക്ക് ഒരു ആപ്പ് ഉണ്ടാവണം. ആ ആപ്പ് നിയന്ത്രിക്കുന്ന സർക്കാർ, നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വനം വകുപ്പിൻ്റെ ആൾക്കാർ നിയന്ത്രിക്കും. ഒരു സ്വകാര്യ വ്യക്തിക്ക് അതിനിടെ ഒരു കാരണവശാലും ഇത് കൊടുക്കരുത്. ഇത് മണ്ടത്തരമാണ്. ഇത് ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു. ഇങ്ങനെയുള്ള സ്വകാര്യ വ്യക്തിയുടെ പേരാണ് ഇരിക്കുന്നത്. പുള്ളി എന്നെ വിളിച്ചില്ല, കൗമുദിയുടെ സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിൻ്റെ പ്രൊഡ്യൂസറെ വിളിച്ച് 45 മിനിറ്റ് സംസാരിച്ചു. നമുക്കൊരു ചുറ്റിനും ഇരുന്ന് സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നമാണ്, ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞിട്ട് വിളിച്ചു. എന്തിനാണ് വിളിക്കണേ? അങ്ങനെ തെറ്റില്ലെങ്കിൽ എന്തിനാണ് വിളിക്കണേ? അതവിടെ നിൽക്കട്ടെ, നമുക്കതൊന്നുമല്ല. അപ്പം ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ പാമ്പിൻ്റെ എണ്ണം കൂടുന്നു, ശരിയാണ്, കടി കൂടുന്നു, ശരിയാണ്. പക്ഷേ ഇതിന് മുന്നേ ഇത്രയും കടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇനി നമ്മൾ ഇതിനേക്കാൾ ഇരട്ടി കടി വരും. ഈ ഒളിച്ചിരിക്കുന്ന പാമ്പിൾ ഇനിയും ക്രമേണ അടുത്ത മഴ വരുമ്പോൾ പുറത്തേക്ക് വരും. വേനലിൽ മാത്രമല്ല കടി കിട്ടുന്നത്. ഇപ്പം നമുക്കറിയാം, ഇപ്പം നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ ഒരു മോന് താഴെ കിടന്നുറങ്ങി, തറയിൽ കിടന്നുറങ്ങിയപ്പോൾ കടി കിട്ടി. ചെറിയങ്കിഴ് ഞാൻ അവിടെ ഇപ്പം ചെറിയങ്കിഴ് മോനും തറയിൽ കിടന്നു. പക്ഷേ ചെറിയങ്കിഴത്തെ കേസിൽ നമുക്ക് പറയാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല സേഫ്റ്റി ആയിട്ടുള്ള വീടല്ലായിരുന്നു. ഒരു ഷീറ്റൊക്കെ വെച്ച് മറച്ച വീടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ എലിക്കൊക്കെ വരായിരുന്നു. ആ എലി അകത്തേക്ക് കയറി, എലിയുടെ കൂടെ പാമ്പ് കയറി ആ മോൻ്റെ ദേഹത്തോടെ കയറി എലിയും ചാടി പോയി. അപ്പോഴും മോൻ്റെ തള്ള വരില്ല, അത് കടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ മോന് ഡെത്ത് വരാൻ കാരണം നമ്മുടെ ഇവിടെ തൃശ്ശൂരും അത് തന്നെയാണ്. താഴെയാണ് ചൂട് കൂടി, അപ്പോൾ തറയിൽ കിടന്നിറങ്ങി. അപ്പം നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ചൂട് കൂടുന്നു, ശരിയാണ്, ചൂട് എന്ന് പറയുന്നത് ഇത് വലിയ ചൂടൊന്നും അല്ല. എന്നാലും പാമ്പ് വർഗ്ഗങ്ങൾ നമ്മുടെ വീടിനകത്തേക്ക് വരുമ്പോൾ ഭയമല്ല വേണ്ടത്, മുൻകരുതലാണ് വേണ്ടത്. ഒരിക്കലും ഭയപ്പെടുത്താതിരിക്കുക. ഇവിടെ നമ്മുടെ നാട്ടിൽ കാണുന്നത് എന്താണ്? ഈ അടുത്ത കാലത്ത് ഒരു പൂച്ച ഓടിച്ചുകൊണ്ട് വരുന്നു. പൂച്ച ചാടി പോകുന്നു, ചേര വന്ന് ബൈക്കിൽ കയറും. ഇപ്പോൾ കേരളത്തിലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാനൽ വെച്ച് ബ്രേക്ക് ചെയ്ത് എന്താണ്? ആ ചേര ഇങ്ങനെ പയ്യൻ അറിയാതെ കൊണ്ട് ചേര അവിടെ നിന്ന് എത്തി ഇങ്ങനെ കടിക്കാൻ പോകുന്നു. കേരളത്തിൽ ഏത് പാമ്പ് പിടുത്തക്കാർക്കും അറിയാതെ ചേരയാണെന്നുള്ളത്. ഉടനെ അതിൻ്റെ അടിയിൽ അയ്യോ പാമ്പ് കടി, മൂർഖൻ പാമ്പിൻ്റെ കടിയിൽ നിന്ന് രക്ഷപ്പെട്ടു 16 വയസ്സുകാരനെന്ന് പറഞ്ഞു. 16 വയസ്സുകാരൻ എങ്ങനെ 2 വീലർ ഓടിക്കുന്നത്? ലൈസൻസ് ഇല്ല, പിന്നെ എങ്ങനെ 16 വയസ്സാണ് ടൂർ പോയിന്റ് ഓട്ടിക്കുന്നത്? അപ്പോൾ എങ്ങനെ അത് ഈ ചേര എങ്ങനെ എത്തിപ്പിടിക്കുന്നത് നമുക്ക് കണ്ടുകൂടെ? അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കുറേ വാർത്തകൾ. ഇനിയിപ്പോൾ നമ്മൾ ഈ ശങ്കുരമാവിൻ്റെ കടിയിട്ട് ആ കുട്ടി മരണപ്പെട്ടു. ആ കോടതിയിൽ മോൻ മരിച്ചു. മോൻ്റെ അടുത്ത് ചേട്ടന് കടിയിട്ട് വെന്റിലേറ്ററിലായിരുന്നു. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് വേറെ സംഭവം ഉണ്ടായി. അതിൻ്റെ അടുത്ത ദിവസം കോടാലിയിൽ തന്നെ ആദമെന്നുണ്ട് മോന് ശുചിമുറിയിൽ ശങ്കുരൻ്റെ കടിയേറ്റു. അതിലും ഉണ്ട് അതൊക്കെ നടക്കുന്നു. പക്ഷേ ഒന്നും അറിയുന്നില്ല. അതിൻ്റെ തൊട്ടടുത്ത് വെഞ്ഞാറമ്പള്ളി കാരിട്ട് അമ്മ വരെ പാമ്പടിയിട്ട് മരണപ്പെട്ടത്. ഇതാ 4 ദിവസം മുന്നെയാണ് ആലപ്പുഴയിൽ മരണപ്പെട്ടത്. 13 മരണമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ മാസം ഇപ്പം നടന്നത്. അതിലും വേറെ പ്രത്യേകമുണ്ട്. ഇതിലൊക്കെ മാറ്റി വെച്ചാലും ഈ കഴിഞ്ഞ ചെറിയങ്കിഴ് മോൻ്റെ വീട്ടിൽ പാമ്പ് കടിച്ചു. 80 വർഷമായിട്ട് അവരോട് ജീവിക്കുന്ന ഒരു പാമ്പിനെ അവരോട് കണ്ടിട്ടില്ല, ഇന്ന് വരെ കണ്ടിട്ടില്ല. അതുപോലെ പാമ്പല്ല, ഏഴ് ജന്തുക്കളുടെ എവിടെ വേണമെങ്കിലും വരാം. അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്ത് ഒരു വീട്ടിൽ നിന്നൊരു പാമ്പിനെ പിടിക്കും. 1.5 കിലോമീറ്റർ അപ്പുറം റെയിൽവേ ഗേറ്റിൻ്റെ അപ്പുറത്താണ്. അടുത്ത വാർത്ത വന്നതാണ് 2ാമത്തെ വീട്ടിൽ നിന്ന് പാമ്പിനെ പിടിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കണേ. പാമ്പിനെ പിടിച്ചത് 1.5 കിലോമീറ്റർ അപ്പുറത്ത് റെയിൽവേ ഗേറ്റിൻ്റെ അപ്പുറത്തു നിന്നാണ്. ഈ വീട്ടിൻ്റെ തൊട്ടടുത്ത് 2ാമത്തെ വീട്ടിൽ നിന്ന് പിടിച്ചവനെ ആൾക്കാരെ പേടിപ്പിക്കും. ഇതൊക്കെ ഈ പേടിപ്പിച്ച് ജനങ്ങളെ ഒരു പരുവത്തിലാക്കുന്നു. പാമ്പ് കടിയേറ്റാൽ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് പല തവണ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. അത് പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ഒക്കെ തന്നെയും കൊണ്ടുവന്നിട്ടുള്ളതാണ്. പക്ഷേ അത് കൃത്യമായിട്ടൊരു അതിന് വേണ്ടുന്ന ഒരു മെഡിക്കൽ എമർജൻസി ചെയ്യുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും ഇതിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആപ്റ്റായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ പാമ്പ് കടിയേറ്റാൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ, അത് 100% ചോദ്യം, നല്ല ചോദ്യം. അതിൽ ഏറ്റവും അനിവാര്യമായിട്ട് ചെയ്യേണ്ടത് ഒരു കാരണവശാലും പാമ്പ് കടിയേറ്റാലും ഒരു വാഹനത്തിനെയും വെയിറ്റ് ചെയ്തിരിക്കരുത്. കിട്ടുന്ന വാഹനം ഏതാണോ അതിൽ ആൻറ്റിവനം ചെയ്യാൻ കഴിവുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഒന്ന് ഞാനിപ്പോഴും പറയുന്നു, ഇനി വരുന്ന നാളുകളിൽ നമ്മളെ പാഠ്യപദ്ധതിയിൽ പാഠപുസ്തകങ്ങളിൽ ഒരു 4ലോ 5ലോ ഉള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ 6ലോ ഉള്ള കുട്ടികളുടെ പാഠപുസ്തകങ്ങളിൽ പാമ്പ് കടിയേറ്റതിൻ്റെ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചും പാമ്പിൻ്റെ ബന്ധത്തെക്കുറിച്ചും ആൻറ്റിവനം എവിടെയാണുള്ളതിനെക്കുറിച്ചുമൊക്കെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ബുക്കിലേക്ക് വരണം, നിർബന്ധമായിട്ട് വരണം. കൊച്ചുകുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന ഓർമ്മ മരണം അത് നിൽക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൻ്റെ യഥാർത്ഥ പ്രധാനപ്പെട്ട ക്ലബ്ബുകളിൽ, റെസിഡൻസുകളിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിർബന്ധമായിട്ട് നമ്മുടെ ഓരോ ജില്ലകൾ, അപ്പോൾ കേരളത്തിൽ എല്ലാം വേണമെന്ന് ഞാൻ പറയാം, ഓരോ ജില്ലകളിൽ താമസിക്കുന്ന ആ ജില്ലകളിലുള്ള റെസിഡൻസ്, ക്ലബ്ബ്, രാഷ്ട്രീയ പാർട്ടി സംഘടനകളിലൊക്കെ
ഞങ്ങളുടെയൊക്കെ ഓഫീസിൽ നിങ്ങൾ ആൻറ്റിവനമുള്ള ഹോസ്പിറ്റലിലെ പേര് ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ പ്രിൻറ്റ് ചെയ്ത് 3-4 സ്ഥലത്തായിട്ട് പ്രദർശിപ്പിക്കണം. പുറത്തൊക്കെ പ്രദർശിപ്പിച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും അത് മനസ്സിൽ ഓർമ്മയിരിക്കും, ഇന്ന സ്ഥലത്തുണ്ടല്ലോ, പോണ വഴിക്കെങ്കിലും അവർ ഇറങ്ങി ആൻറ്റിവനം കിട്ടുന്ന ഹോസ്പിറ്റലിൽ ഏതാണെന്ന് പെട്ടെന്ന് ഇങ്ങനെ വണ്ടിയിൽ നോക്കുകയും ഫോട്ടോ എടുത്തിടുകയും ചെയ്യും. അത് നമുക്ക് വരും നാളുകളിൽ പാമ്പ് കടിയേറ്റ് മരണം സംഭവിക്കുന്നതിൻ്റെ ആൾക്കാർ നമുക്ക് ജീവൻ സംരക്ഷിക്കാനായിട്ട് നമുക്കൊരു മാർഗ്ഗമാണ്. അത് നിൽക്കട്ടെ. പക്ഷേ പാമ്പുകൾ നമ്മുടെ വീട്ടിലേക്ക് വരാതിരിക്കാനായി ഒരു മാർഗ്ഗം കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും മൃഗസ്നേഹികളാണ്. ഡോഗിനെ തെരുവ് നായ്ക്കളെ സ്നേഹിക്കുന്നവരാണ്, തെരുവ് പൂച്ചയെ സ്നേഹിക്കുന്നവരാണ്, പക്ഷികളൊക്കെ സ്നേഹിക്കുന്നു. ഒന്നും വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ചെടികളെ സ്നേഹിക്കുന്നു വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ആമ്പൽ സ്നേഹിക്കുന്നു വേണ്ടെന്ന്. പക്ഷേ വേനൽ സമയത്ത് നിർബന്ധമായിട്ട് താഴെ നിങ്ങൾ പൂന്തോട്ടത്തിൽ ചെടികൾ നടുന്ന സമയത്ത് ചെടിയെ സ്നേഹിക്കുന്നവർ ചെടി പടർന്ന് പന്തലിക്കാൻ അനുവദിക്കാതിരിക്കുക, ചട്ടികളിൽ പടർന്ന് പന്തലിക്കാൻ അനുവദിക്കാതിരിക്കുക, ചെടികൾ അടുത്തടുത്ത് വെക്കാതിരിക്കുക, 2 അടിയെങ്കിലും ഗ്യാപ്പിട്ട് വെക്കുക. വെക്കുന്ന ചെടിച്ചട്ടികളുടെ അടിയിൽ ഇൻ്റർലോക്കോ സിമെൻറ്റ് ബ്ലോക്കോ അല്ലെങ്കിൽ ഇഷ്ടികയൊന്നും വെക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഗാർഡനിൽ നിങ്ങൾ ഒരു കാരണവശാലും വേനൽ സമയത്ത് എന്താ പറയുക, നമ്മുടെ ഫിഷ് ടാങ്കുകളിൽ ഫിഷ് വളർത്താതിരിക്കുക. താഴെ വെക്കുന്ന ഫിഷ് ടാങ്കുകൾ ഹൈറ്റിലാണെങ്കിൽ കുഴപ്പമുണ്ടാവുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഇന്റർലോക്കും ഇതിനകത്തൊക്കെ വന്നിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പാത്രത്തിൽ വെള്ളം വെക്കുന്നത്, താമര വെക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ചെറിയ പാത്രങ്ങളാണ് വെക്കുന്നത് ബേസിനിൽ. അപ്പോൾ അതിനകത്തൊക്കെ പാമ്പ് ഈസി ആയിട്ട് വെള്ളം കുടിക്കും. അപ്പോൾ അടുത്ത പറമ്പിലൊക്കെ ഇരിക്കുന്ന പാമ്പുകൾക്ക് നമ്മളിവിടെ ഒരു പ്രാവശ്യം വെള്ളം കിട്ടിയാൽ അതിനകത്ത് നാക്കിലേക്ക് സെൻസ് ചെയ്യാൻ പറ്റില്ല, വീണ്ടും അടുത്ത ദിവസം അത് തന്നെ ആവർത്തിക്കും. അപ്പോൾ അത് സ്ഥിരമാകുമ്പോൾ നമുക്ക് മാരകമായ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യത. അപ്പോൾ അത് ചെയ്യുക. പിന്നെ അതോടൊപ്പം തന്നെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട പാമ്പ് കടിയേറ്റാൽ പേടിപ്പിക്കാതിരിക്കുക. ഞാൻ എപ്പോഴും പറയുന്നില്ല, നമ്മൾ അദ്ദേഹത്തിന് ആ മെൻ്റൽ പ്രഷറിൽ നിന്ന് കടി കിട്ടിയെന്നുള്ളതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ശംഖുവരയനാണെങ്കിലും അണലിയാണെങ്കിലും മൂർഖനാണെങ്കിലും രാജവെമ്പാലയാണെങ്കിലും ഏത് പാമ്പുകളാണ് എന്ത് രാജവെമ്പാല കടിച്ച് 2 രൂപ ജീവിച്ചിരിക്കുന്നില്ലേ? ചരിത്രത്തിലുണ്ടോ? തിരുവനന്തപുരത്ത് റിപ്പോർട്ടുണ്ട്. ഈ ആപ്പിലുള്ള 2 പേര്, ഈ സർപ്പാന്ന ആപ്പ് വന്നതിന് 2 പേർക്ക് രാജവെമ്പാല കടി കിട്ടി. പാമ്പ് കൊടുത്തക്കാർക്ക് എത്ര കിട്ടിയെന്ന് കണക്കുണ്ടോ? 128 പേർക്ക് കടി കിട്ടി. ഒരു കണക്കുമില്ല. പക്ഷേ വാവാ സുരേഷിന് മാത്രം വരുമ്പോൾ മാത്രമാണ് എല്ലാവരും ആഘോഷിക്കുന്നത്, വേറെ ആർക്കും ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഇതും ഒന്ന് അവസാനിപ്പിക്കണം. അപ്പോൾ പാമ്പടി രാജവെമ്പാല കടി കിട്ടി 2 പേര്. ഒന്ന് പാലോട് റേഞ്ചിലെ താൽക്കാലിക ജീവനക്കാരന് കടി കിട്ടി, ഇന്നാലും ജീവിച്ചിരിപ്പുണ്ട്. അതൊക്കെ എവിടെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തൊന്നുമില്ല അറിയില്ല. എൻ്റെ ഇവിടെ മെഡിക്കൽ കോളേജ് വരാത്ത ഞാൻ അറിഞ്ഞ പത്രത്തിൽ വാർത്ത കൊടുക്കുന്നു. എനിക്കങ്ങനെ ആരോടും വൈരാഗ്യമൊന്നുമില്ല, എല്ലാവരും ജീവിച്ച സുഖമായിട്ടിരിക്കും. അപ്പോൾ അത് കണ്ട് 5 പാമ്പ് രാജവെമ്പാല കടി കിട്ടി. ഇവരെയൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഇവരൊക്കെ ശരീരം പഠിച്ചിട്ടുണ്ടോ? എത്ര ആൻറ്റിവനം കൊടുത്തിട്ട് പഠിച്ചു? ഇതൊക്കെ പഠിക്കേണ്ടതല്ലേ? ഇവർ രാജവെമ്പാല കടിച്ചു, ഇവർ ജീവിച്ചിരിക്കുന്നു. ഇവരുടെ ഫുഡിൻ്റെ രീതി എന്താണ്? ഇവർക്ക് എത്ര വയസ്സായി? ഇവർക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ? ഇവർക്ക് ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ ആൻറ്റിവനം രാജവെമ്പാല അടിച്ചിട്ട് ആൻറ്റിവനം എത്ര കൊടുത്തു? ഇതൊക്കെ പാഠ്യമാക്കേണ്ടതല്ലേ? അപ്പോൾ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ ഫസ്റ്റ് എയ്ഡിലേക്ക് വരാം. അപ്പോൾ അദ്ദേഹം ചോദിച്ചതുപോലെ നമ്മൾ പാമ്പ് കടിച്ചാൽ ചെയ്യേണ്ടത് ഭയമില്ലാതിരിക്കുക, ഏറ്റവും അനിവാര്യം ഭയമില്ലാതിരിക്കുക. അതിനുശേഷം ആ വ്യക്തിയെ പിടിച്ചു തിരുത്തുക. ഇപ്പോൾ പലരും പറയും കെട്ടി വെക്കരുതെന്ന് പറയും. ശുദ്ധ മണ്ടത്തരാണ്. കെട്ടിവെക്കാതിരിക്കരുത്. ഒരിക്കലും കെട്ടി വെക്കരുതെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം കയറോ റോപ്പ് ഉപയോഗിച്ച് കെട്ടാൻ പാടില്ല എന്നാണ്. ഒരിക്കലും കയറോ റോപ്പ് ഉപയോഗിച്ച് കെട്ടി. കാരണം ഈ അടുത്ത കാലത്തുകൾക്ക് 1-2 വീഡിയോയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു കെട്ടിവെക്കാൻ പാടില്ലെന്ന്. ശുദ്ധ മണ്ടത്തിലാണ്. കെട്ടിവെക്കാതിരുന്നാൽ നമുക്ക് അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ എത്തിയാകുമ്പോൾ അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടും. അത് മണ്ടത്തിനും കാണിക്കാതിരിക്കുക. കെട്ടിവെക്കണം. കയറോ റോപ്പ് ഉപയോഗിച്ച് കെട്ടരുത്. പിന്നെ ബ്ലേഡോ കത്തി ഉപയോഗിച്ച് മുറിവുണ്ടാക്കരുത്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ കെട്ടുക എന്ന് വെച്ചാൽ നമ്മൾ വീതിയുള്ളത്, ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇത്രയും കാലമാണ്, ഇത്രയെങ്കിലും വീതിയുള്ള തുണി കീറിയെടുക്കുക. അപ്പം എനിക്ക് ഞാൻ ഇവിടെയാണ് കടിച്ചത്. അപ്പോൾ ഈ അകലം കാണിക്കാൻ വേണ്ടി മാത്രം പുള്ളിയുടെ കൈ എടുക്കുക. ഈ അകലത്തിന് ഇത്രയും അകലമെങ്കിലും എടുക്കുക. അവിടെ തന്നെ വീതിയുള്ള തുണി, ഈ വീതിക്ക് തുണി ഉപയോഗിച്ച് വീതിക്ക് തന്നെ ചുറ്റി കിട്ടുക. ഒരു കാരണവശാലും ടൈറ്റ് ആക്കരുത്. രക്തോട്ട് ഈ നമ്മൾ വെള്ളം വെച്ചാൽ ഇങ്ങനെ വെച്ച് കിട്ടുമ്പോൾ വെള്ളം നമുക്ക് ഈസിയായിട്ട് ഊരി എടുക്കാൻ പറ്റും. ആ രീതിയിൽ കെട്ടുക. വീണ്ടും ഒരു കഷ്ണം തുണി കയറി കുറച്ചുകൂടെ മേളിലോട്ട് കെട്ടുക. കയ്യിലാണ് ബൈറ്റ് കിട്ടുക. ഇപ്പോൾ കയ്യിൽ ബൈറ്റ് കിട്ടുന്ന കേസിൽ ഒത്തിരി ഉണ്ട്. തൊഴിലുറപ്പിൻ്റെ അമ്മമാർക്ക് ബൈറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ബൈറ്റ് കിട്ടുന്ന സമയത്ത് നമ്മൾ ഈ കൈ ഒരിക്കലും ഉയർത്തി വെക്കരുത്. നമ്മൾ തൂക്കിയിട്ട് നമുക്ക് നീര് വെച്ചിട്ട് ഇവിടെയൊക്കെ നമുക്ക് കട്ട് ചെയ്യേണ്ടി വരും, ആംബിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ നമ്മൾ ഈ വൈറ്റ് ഇങ്ങനെ ഈ ഹാർട്ടിൻ്റെ താഴെ കൈ ഇങ്ങനെ വെച്ച് അദ്ദേഹത്തിന് എടുത്തിരുത്തി ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഒരു അപകടം ഉണ്ടാകാൻ പോകുന്നില്ല. കാല് കെട്ടി നിവർത്തി വെച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. കിടപ്പിൻ്റെ ചില സമയത്ത് നമ്മൾ 2 വീലറിലൊന്നും കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളത്. 2 വീലറിൽ കൊണ്ടുപോകാനേ പാടില്ല. 2 വീലർ കൊണ്ടുപോകുമ്പോൾ വൈബ്രേറ്റ്. ഇപ്പോൾ 2 കേസ് നമുക്ക് തൃശ്ശൂരാണെങ്കിലും 2 വീലറിലാണ് കൊണ്ടുപോയത്, ചെറിയെങ്കിലാണെങ്കിലും 2 വീലറിലാണ് കൊണ്ടുപോയത്. ഇത് ഒരു കാരണവശാലും നിങ്ങൾ അനുകരിക്കരുത്. പിന്നെ വേറെ കേട്ടിട്ടുണ്ടെന്ന് അറിയാം. ഇപ്പോൾ അമ്മമാർ മക്കൾക്ക് കടി കിട്ടുമ്പോൾ, ഇപ്പോൾ നമുക്ക് കോട്ടയത്തൊരു ഒരു മോക്ക് കടി കിട്ടിയ സമയത്ത് അമ്മ ഒരു 500 മീറ്ററോളം മോളെ കയ്യിലെടുത്തുകൊണ്ട് ഇങ്ങനെ ഓടി വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക? അമ്മയും കുലുങ്ങുന്നു, ഈ കുഞ്ഞിനും കുലുങ്ങുന്ന സമയത്ത് എന്താ സർക്കുലേഷൻ കൂടും. ശരീരം അനങ്ങില്ല, സർക്കുലേഷൻ കൂടും. ആ സമയത്ത് ആ മോൾ മരണപ്പെട്ടു പോയി. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇരുത്തി കൊണ്ടുപോകും. പിന്നെ ഒരു കാര്യം നമ്മൾ പറഞ്ഞതിൽ കൊണ്ട് ഇപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. മൂർഖൻ പാമ്പിൻ്റെ കടിയേറ്റ ഒരാളാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് ചിലപ്പോൾ അറസ്റ്റ് വരാൻ നോക്കും. കഫക്കെട്ടുണ്ടാവും, കാർഡിയക് അറസ്റ്റ്. അതിന് പിന്നെ കഫം തടസ്സമുണ്ട്. അപ്പോൾ കഫം ശ്വാസം എടുക്കാൻ പറ്റാതെ വരുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ മലർന്നിട്ടോ കമിഴ്ന്നിട്ടോ ഇടത് സൈഡ് ചരിഞ്ഞോ കിടക്കാനാണ്. കാരണം ഇടതുവശം ചരിഞ്ഞ് കിടന്നാൽ കുഴപ്പമുണ്ടാകുന്നത് പ്രഷർ, ഹാർട്ടിന് വന്നാൽ പ്രഷർ വരുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ ചരിഞ്ഞ് കിടക്കുമ്പോൾ വീണ്ടും പ്രഷർ ആവുന്നു, പെട്ടെന്ന് ഡെത്തിലേക്ക് പോകും. വലത് സൈഡ് എപ്പോഴും ശ്രദ്ധിക്കണം, വലത് സൈഡ് ചരിഞ്ഞ് കിടക്കുക. അപ്പോൾ നമുക്ക് തടസ്സം വരുന്ന കഫം ഇതിലേക്ക് പൊക്കോണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന് കുറച്ചുകൂടി
ശ്വാസം എടുക്കാനുള്ള അവസ്ഥയുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയും. അതിലുപരി നമുക്ക് എപ്പോഴും നമ്മൾ അറിയേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് 90% നമ്മളെ പറ്റുമെങ്കിൽ നമുക്ക് തിരുവനന്തപുരത്ത് ജില്ലക്കാർക്ക് പെട്ടെന്ന് ഓടിയെത്താൻ പറ്റും നമ്മുടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിനാണ്. മെഡിക്കൽ കോളേജിൽ എല്ലാ താലൂക്ക് ആശുപത്രികളിലൊന്നും ആന്റിവനം ഇല്ല എന്നുള്ള ചില വീഡിയോസ് ഒക്കെ ഞാൻ ചേട്ടൻ പറയുന്നത് കേട്ടു. അങ്ങനെ അത് സത്യമാണ്? നല്ല ചോദ്യം ഞാൻ പറയാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും നല്ല നമുക്ക് ട്രിവാൻഡ്രത്തേക്ക് അഭിമാനിക്കാവുന്ന നമുക്ക് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് തന്നെയാണ്. സർക്കാർ സംവിധാനം എല്ലാ സംവിധാനങ്ങളും എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, നല്ല ഡോക്ടർമാരുണ്ട്. ഇതിലൊരു പ്രത്യേകത ഉള്ളത് നമുക്ക് എല്ലാവരും പറയുന്നുണ്ട് താലൂക്ക് ഹോസ്പിറ്റലിൽ ആൻറ്റിവനം ഉണ്ടെന്ന്. ആൻറ്റിവനം ഉണ്ടായിട്ട് എന്താ കാര്യം? എനിക്കറിയാത്ത നമ്മുടെ ഹോസ്പിറ്റലിൽ ആൻറ്റിവനം എന്ന് പറയുന്ന മരുന്ന് ഉണ്ടായിട്ട് എന്താണ് കാര്യം? ഇത് ചെയ്യാൻ പറ്റുന്ന ഡോക്ടർമാർ അവിടെ ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഒന്ന്, രാത്രി കാലങ്ങളിൽ അവിടെ സാധാരണ പനിയും ജലദോഷമൊക്കെ ആയിരിക്കും സ്ഥിരം വരുന്നത്. ആ പനിയും ജലദോഷത്തിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഡോക്ടർമാരെ അവിടെ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഏതെങ്കിലും കുഞ്ഞു ഡോക്ടർമാരായിരിക്കാം. അപ്പോൾ ഇവർക്ക് വേണ്ടുന്ന പരിചരണം ഇല്ല. ഇപ്പോൾ ഇതിൽ പാമ്പടിയിട്ട് ഒരാളിന് ആൻറ്റിവനം കൊടുക്കുക. ഇത് ആൻറ്റിവനം മാത്രം താലൂക്ക് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് എന്താണ് കാര്യം? ഇത് കൊടുക്കുന്ന സമയത്ത് ഒരു പരിശീലിപ്പിക്കുന്ന ഡോക്ടർമാരൂടെ വേണമെന്നുള്ളതാണ്. 100% അതില്ലെങ്കിൽ കൊടുത്തിട്ട് എന്താണ് കാര്യം? ചുമ്മാ ജനങ്ങളെ പറ്റിക്കല്. ജനങ്ങൾ വിശ്വാസത്തോടെ അവിടെ ചെല്ലുമ്പോൾ മരിച്ചു പോകുന്നു. ഈ മോനെ ഈ ചെറിയ മോനെ നേരെ അവിടെയാണ് കൊണ്ടുപോയത്. നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മോനെ കുറച്ചുകൂടെ സമയം ജീവിക്കാൻ പറ്റിയത്. അവിടെ ചെന്നിട്ട് അവിടുന്ന് ഒരുപാട് സമയം വെയിറ്റ് ചെയ്തു. ഡോക്ടർ ഉറക്കത്തിലായിരുന്നു. ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ എന്താണ്? ഒരാളല്ലേ വന്നുള്ളൂ, 3-4 കൂടെ വട്ടെ എന്നിട്ട് ഞാൻ വരാമെന്ന്. നടന്ന സംഭവമാണ്. നേഴ്സുമാർ പറഞ്ഞാണ്, നമ്മളാരും പറഞ്ഞല്ല, നേഴ്സുമാർ പറഞ്ഞാണ്. അവർ ആ നാട്ടുകാർ ഈ ഹോസ്പിറ്റലിനെതിരെ പ്രതികരിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഞാനൊക്കെ പറഞ്ഞു ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ പറഞ്ഞ പരമാവധി ജനങ്ങളെ ബോധവൽക്കരിച്ച് അധികാരിയുടെ ചെവികളിൽ എത്തിക്കുക, അവർ മാറ്റം ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് താലൂക്ക് ഹോസ്പിറ്റലിൽ എത്തിയാൽ തന്നെ ഒരു കാര്യം മനസ്സിലാവും. താലൂക്ക് ഹോസ്പിറ്റലിൽ ആൻറ്റിവനം ഉണ്ടെങ്കിലും ചെയ്യാനുള്ള ഡോക്ടർ ഇല്ല എന്നുള്ളത് ഒന്നാണ്. രണ്ടാമത്തെ കാര്യം, ഉണ്ടായിട്ടൊരു കാര്യമില്ല. കാരണം നമുക്ക് പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് വരുന്നു, അല്ലെങ്കിൽ നമുക്ക് ശ്വാസം മുട്ട് അനുഭവപ്പെടുന്നു. ശ്വാസം മുട്ട് അനുഭവപ്പെടുമ്പോൾ മൂർഖൻ മാവിൻ്റെ വേണ്ടിയിട്ട് ശ്വാസം മുട്ട് അനുഭവപ്പെടുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആൻറ്റിവനത്തിനേക്കാളും പ്രാധാന്യം ഇൻറ്റിബേറ്റ് ചെയ്യുക, വെന്റിലേറ്ററിൽ ചെയ്യുക, വെന്റിലേറ്റർ അഡ്മിറ്റ് ചെയ്യുക. വെന്റിലേറ്ററുള്ള എത്ര താലൂക്ക് ഹോസ്പിറ്റലിൽ നമ്മുടെ നാട്ടിലുണ്ട്? ഇൻറ്റിബേറ്റ് ചെയ്യുക. ഇൻറ്റിബേറ്റ് ചെയ്യാനുള്ള സമയമാണെങ്കിൽ പിന്നെ നമ്മളവിടെ എന്താ ചെയ്യുക? ആളിന് മരണം സംഭവിക്കും. ഇൻറ്റിബേറ്റ് ചെയ്യുന്ന ആളിന് നമ്മൾ 70% രക്ഷിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വെന്റിലേറ്റർ ആവശ്യമാണ്. പിന്നെ അണലി കടിച്ചു ഇപ്പോൾ നമുക്ക് അന്നോ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ഡയാലിസിസ് ചെയ്യേണ്ടത്, മൂത്രവാസം അനുഭവപ്പെടും. അപ്പോൾ വയറിന് വീക്കം ഉണ്ടാകും, കിഡ്നി ട്രബിൾ വരും. അപ്പോൾ നമുക്ക് ഡയാലിസിസ് വേണം. ഡയാലിസിസ് യൂണിറ്റിൽ നമ്മൾ എന്തിനാണ് അവിടെ കൊണ്ടുപോയിട്ട് കാര്യം എന്നാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഉള്ള സ്ഥലങ്ങളിൽ കഴിവിൻ്റെ പരമാവധി പാമ്പ് കടിയേറ്റൽ എത്രയും പെട്ടെന്ന് എത്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ മെഡിക്കൽ കോളേജുള്ള സ്ഥലത്ത് നമുക്ക് ആ ആളിനെ ജീവനോടെ തിരിച്ചുകൊണ്ട് കൃത്യസമയത്ത് എത്തിക്കണം. ഇവിടെ കേരളത്തിൽ കാണുന്നത് എന്താണ്? ഒരു മൂർഖൻ പാമ്പിൻ്റെ കടി, ഒരു പാമ്പ് കടിയിട്ട് നേരെ കൊടുത്ത് അടുത്തുള്ള വൈദ്യൻ്റെ വീട്ടിൽ കൊണ്ടുപോകും. അവിടെ നിന്ന് നേരെ ആളില്ലാത്ത നഴ്സിംഗ് ഹോമിൻ്റെ ഫ്രണ്ടിൽ പോയി കിടന്ന് നിലവിളിക്കും. അവിടെ ആരും കാണുന്നത്, അവർ കൂട്ടിയിട്ട് വീട്ടിൽ പോയിരിക്കും. അവിടെ നിന്ന് കിട്ടുമായിരുന്നു താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അപ്പോൾ 1 മണിക്കൂർ കഴിയും. അവിടെ നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ വണ്ടി ഓടി നേരെ മെഡിക്കൽ കോളേജിലേക്ക് അവിടെ എത്തുമ്പോൾ 2.5 മണിക്കൂറാവും. അതോടെ ആളിൻ്റെ കാര്യം തീരുമാനം. അതുകൊണ്ട് ഒരു കാരണവശാലും വെയിറ്റ് ചെയ്ത് കിട്ടുന്ന ബൈക്ക് ഒഴിച്ച് ബാക്കി ഏത് കിട്ടുന്ന വാഹനമാണോ അതിൽ എത്രയും പെട്ടെന്ന് ആൻറ്റിവനം ചെയ്യാൻ കഴിവുള്ള ഹോസ്പിറ്റലിൽ പാമ്പടിയേറ്റ ആളിനെ എത്തിക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട ലോകമെമ്പാടുമുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്. പിന്നെ പാമ്പ് വീട്ടിനകത്തേക്ക് കയറി വരാനുള്ള സാഹചര്യം ഒന്നാണ് നമ്മളാണ് ഒരുക്കുന്നത്. ബിരിയാണി വീട്ടിൽ വെച്ചിട്ട് വിളിച്ചാൽ പിന്നെ ആരാണ് വരാതിരിക്കുന്നത്? നമ്മുടെ വീട്ടിൽ ഫുഡ് ഉണ്ടെങ്കിലേ പാമ്പുകൾ വരാറുള്ളൂ. ഒരിക്കലും ബിരിയാണി ചിക്കനോ മട്ടനോ തിന്നാനല്ല പാമ്പുകൾ വരുന്നത്. പാമ്പ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നില്ല. അവൻ്റെ ഇപ്പോൾ മൂർഖനും അണലിയൊക്കെ വരുന്നത് എന്താണ്? അവൻ്റെ ഫുഡായ എലിയാണ്. എലിയെ പിടിക്കാനാവും വീട്ടിലേക്ക് വരുന്നത്. പക്ഷേ ശങ്കുരയും പാമ്പ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. എല്ലാവരും ശങ്കുരയും പാമ്പ് 5 എണ്ണം കിട്ടി 6. ശങ്കുരയും പാമ്പ് രാത്രി കാലത്ത് മാത്രമാണോ പ്രത്യക്ഷപ്പെടുന്നത്? അത് പറയാൻ വരികയാണ് ഞാൻ. രാത്രി മാത്രം സഞ്ചാരിയാണ് ശങ്കുരയും പാമ്പ്. പകൽ ഒരിക്കലും പകലൊക്കെ കിട്ടുന്ന വല്ല കിണറ്റിനകത്തൊക്കെ അകപ്പെട്ടു കിണറ്റിൽ വെള്ളം കുറേ ചെല്ലുമ്പോൾ കാണുന്നു. അങ്ങനെയാണ് പകലവനെ പിടിക്കാൻ പറ്റും. രാത്രി മാത്രമേ അവനെ പിടിക്കാൻ പറ്റൂ. അവൻ സന്ധ്യ സമയത്താണ് അവൻ്റെ സഞ്ചാരം. ഇവൻ എന്തുകൊണ്ടാണ് സന്ധ്യ സമയത്ത് സഞ്ചരിക്കുന്നതെന്ന് ആർക്കെങ്കിലും അറിയാമോ? ശങ്കുരയും പാമ്പ് മാത്രമാണോ? ബാക്കിയുള്ള എല്ലാ പാമ്പും രാത്രി സഞ്ചാരിയാണ്. പെരുമ്പാമ്പ് രാത്രി സഞ്ചരിക്കാറില്ല, മൂർഖൻ സഞ്ചരിക്കാറില്ല, അണലി സഞ്ചരിക്കാറില്ല, രാജവമ്പലം സഞ്ചരിക്കാറില്ല, ചേര മാത്രം രാത്രി സഞ്ചരിക്കുന്നത് കണ്ടിട്ടില്ല. ഇതിലുപരി നമ്മൾ ചെറിയ ശങ്കുരയും പാമ്പിൻ്റെ ഫുഡ് മറ്റു പാമ്പുകളാണ്. നമ്മളൊക്കെ പഠിച്ചിരിക്കുന്ന പാമ്പിനെ തിന്നുന്ന പാമ്പ് രാജവെമ്പാലം മാത്രമാണ്, ഒരിക്കലുമല്ല. പാമ്പിനെ തിന്നുന്ന പാമ്പ് എന്നറിയപ്പെടുന്നത് ശങ്കുരയും പാമ്പിനെ തിന്നുന്ന പാമ്പിന് ശങ്കുരയും പാമ്പിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണെന്ന് അറിയാമോ? ചുവർ പാമ്പുകളാണ്. ചുവർ പാമ്പിനെ എവിടെയാണ് കിട്ടുന്നത്? കിണറ്റിനകത്ത് കിട്ടാറുണ്ട്. അപ്പോൾ അതിനെ പിടിക്കാൻ കിണറ്റിനകത്ത് മുമ്പ് വീണ് കൊടുക്കുന്നു. അപ്പോൾ കിണറ്റിനകത്ത് അകപ്പെട്ട് പോകുന്നു. അതുപോലെ പിന്നെ കാണുന്ന എവിടെ തന്നെ നമ്മുടെ വീട്ടിനകത്ത്, നമ്മുടെ കിച്ചൺ കബോർഡിനകത്ത്, നമ്മുടെ വീട്ടിലേക്ക് ഇരുമ്പ് അലമാരയുടെ കാലിൻ്റെ അടിയിൽ, അതുപോലെ നമ്മുടെ ബാത്റൂമിൻ്റെ ഡോറിൻ്റെ സിൻറ്റെക്സിൻ്റെ ഡോറിൻ്റെ ബാക്കിലേക്കാണ് ചുവർ പാമ്പുകൾ ഇരിക്കുന്നത്. അവയെ പിടിക്കാനാണ് വീടിനകത്തേക്ക് വരുന്നത്. പിന്നെ നമുക്ക് തൃശ്ശൂരെ സംബന്ധിച്ചുമ്പോൾ തൃശ്ശൂർ ആ വീടെന്ന് പറയുമ്പോൾ ആ വീടിനകത്ത് ഇത്രയും ശങ്കുരൻ പാമ്പിൻ്റെ കുഞ്ഞുങ്ങളെ കാണാനായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഒന്ന്, അതൊരു പഴയ വീടാണ്. രണ്ടാമത് വീട്ടിൻ്റെ ബേസിനകത്ത് ഗ്യാപ്പുകളുണ്ട്. അപ്പോൾ ശങ്കുരൻ പാമ്പ് ഈ ബേസ്മെൻറ്റിനകത്ത് ഗ്യാപ്പിനകത്ത് മുട്ടയിട്ട് കഴിഞ്ഞാൽ അവർക്ക് കുറേ നാളത്തേക്കുള്ള ഫുഡ് അതിനകത്ത് തന്നെ കാണും. കാരണം അവർക്കെന്ന് വെച്ചാൽ ചുവർ പാമ്പ് അതിനകത്ത് കാണും. ഇപ്പോൾ ഇവർക്ക് എന്നും ഫുഡ് വേണ്ടല്ലോ, 2 ആഴ്ച 3 ആഴ്ചയിലൊരിക്കൽ ഫുഡ് മതിയില്ല. അപ്പോൾ നിത്യേന ഫുഡ് കഴിക്കുന്ന പാമ്പുകളല്ല പാമ്പ് വർഗ്ഗങ്ങൾ. ഇപ്പോൾ ശങ്കുരൻ പാമ്പിന് ഒരു ചുവർ പാമ്പിനെ കിട്ടി, ഒരു ചെറിയ കുഞ്ഞ് ഇത്രയുള്ള ശങ്കുരൻ പാമ്പിൻ്റെ കുഞ്ഞിന് ഇത്രയും നിന്നുള്ള ചുവർ പാമ്പിനെ കിട്ടി. 2 ആഴ്ചത്തേക്ക് അവന് എന്താ പറയുക, ഒന്നും വേണ്ട, അവന് സുഖം ഫുഡ് എല്ലാ ഫുഡും 2 ആഴ്ചയ്ക്ക് ഒരു സാധനം വേണ്ട, അത് നന്നായിട്ട് അവന് എഫക്റ്റീവ് ആവും. അപ്പോൾ നമുക്ക് പാമ്പ് കടിയേറ്റു, ഒരാളിപ്പോൾ എൻ്റെ കയ്യിൽ എനിക്ക് ഇവിടെ കടിയേറ്റു, ഇവിടെ നിന്നൊരു ഒരു തുള്ളി ബ്ലഡ് ഡോട്ട് എടുത്ത് അലിട്ട് കഴിഞ്ഞാൽ ഏത് പാമ്പിൻ്റെ വേണം ആ കടികെട്ടിയ മുറിയിൽ നിന്ന് ബ്ലഡോ ആ കടികെട്ടിയ ആളിൻ്റെ യൂറിനോ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആ കിറ്റിനകത്ത് വരുമ്പോൾ ആ പെട്ടെന്ന് പറയും
ഏത് പാമ്പാണ്. അപ്പോൾ നമുക്ക് ഉടനെ ആ വെനം മാത്രം ചെയ്യുന്നത്. ഇപ്പോൾ ഉള്ള അപകടം എന്താണെന്ന് അറിയാമോ? ഇപ്പോൾ മൂർക്കൻ, അണലി, ശംഖുവരൻ, ബിഗ് 4 കാറ്റഗറി പെടുന്ന ഹംബിനോസ് ബിറ്റി 4 പാമ്പുകൾ നമ്മുടെ നാട്ടിൽ പറയുന്നത്. പക്ഷേ നമുക്ക് ഏകദേശം വെനമുള്ള പാമ്പുകൾ 4 മാത്രമേ. കിങ് കോബ്ര വെനമസാണ്, ഡൽഹി വെനമസാണ്, അതുപോലെ നമുക്ക് മലബാർ ബിറ്റി ഡൽഹി വെനമസാണ്, ഹംബിനോസർ, പിന്നെ അത് കഴിഞ്ഞാൽ സോസ്കേൽ വെനമസ്. പക്ഷേ അതൊന്നും കണക്കില്ല, ബിഗ് 4 കാറ്റഗറി മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എല്ലാത്തിനും കൊടുക്കുന്ന ഒറ്റ മരുന്നേ ഉള്ളൂ. ഇപ്പം നമുക്ക് ഈ കിറ്റ് ഡെവലപ്പ് ചെയ്ത് വിജയിച്ചു. ഇനി അത് എന്താ പറയുക, ടെസ്റ്റ് റിപ്പോർട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് സുലഭമാണ്, പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ പറ്റും. നമ്മളെ പാമ്പ് കടിക്കുന്നത് മാതിരിയുള്ള ആ ഒരു സിമ്പിൾ അല്ലേ ഈ ചിലന്തി കടിച്ചാൽ കാണാൻ കഴിയുന്നില്ല അല്ലേ? ആ കാര്യത്തിൽ ചില സംശയങ്ങളൊക്കെ. പാമ്പ് കടിച്ചത് പല്ലുകൊണ്ടാണ് കടിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഡോട്ട് ഉണ്ടാവും, ബ്ലഡ് വരും. ചിലന്തി അങ്ങനെയല്ല, വട്ട ചൊറിവനാണ് ഉണ്ടാകുന്നത്. പിന്നീട് മറ്റേതാണ് ഇത് ഡോട്ടാണ്, കറക്റ്റ് പല്ല് ഇറങ്ങുന്ന ഡോട്ടാണ് വരുന്നത്. അതിലൂടെ ബ്ലഡ് വരും. അപ്പോൾ മൂർക്കനും അണലിയും മറ്റു പാമ്പുകളെ കടിച്ചാൽ ആ ഡോട്ടാണ്, ആ മുറിവുണ്ടാവും. പക്ഷേ ശങ്കുരയും കടിച്ചാൽ ഉണ്ടാകത്തില്ല. ശങ്കുര കടിച്ച് വളരെ ഷാർപ്പായിട്ടുള്ള കുഞ്ഞു പല്ലാണ്. അപ്പോൾ കടിക്കുമ്പോൾ തൊലി മാത്രമേ പോക്കുന്നുള്ളൂ. വേറെ പ്രത്യേകമുണ്ട്, ഇദ്ദേഹത്തിൻ്റെ വെനം പോകുന്ന ന്യൂറോടോക്സിക് ഡയറക്റ്റ് തലച്ചോറിലേക്ക് പോകുന്നതാണ്. ഹിമോനോറി മാത്രമേ നമുക്കുള്ളൂ. ഞാൻ പറയുന്നൊരു സാധനം കൂടിയുണ്ട്. പക്ഷേ ഇത് നേരെ പോകുന്നത് തലച്ചോറിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് തലച്ചോറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഓർമ്മയെ നശിപ്പിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ചെല്ലുമ്പോൾ നമുക്ക് പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊന്നും ഇപ്പോൾ എവിടെയാണ് കടിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ നാക്ക് കുഴയുന്നു, നമ്മുടെ കണ്ണിങ്ങനെ അടഞ്ഞടഞ്ഞ് പോകുന്നു, നമുക്ക് നാക്കങ്ങ് ശരീരം അങ്ങ് തളരുന്നു. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഉറക്കത്തിലാണെങ്കിൽ ആ ആൾ ഡെത്തിലേക്ക് പോകും. അങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ പാരാലിസിസ് കിടന്ന ഒരു നമ്മുടെ എന്താ പറയുക 5 തെങ്ങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മോനെ ഉറക്കത്തിൽ നെഞ്ചിൽ കടിച്ചു, 5 അപ്പോൾ അതിനെ അവരെടുത്ത് കളഞ്ഞു. ഇതുവരെ ഒരു 5 വർഷമായി, 1.5 മാസം മോൻ ട്രീറ്റ്മെൻറ്റാണ്. ഇന്നും മോൻ പാരാലിസിസ് കിടക്കുകയാണ്. 5 വർഷം കഴിഞ്ഞു, ഇന്നും കിടക്കുന്നു. നമ്മുടെ പത്തനാപുരത്ത് മോള് ശങ്കുരം കടിച്ചിട്ട് മരണപ്പെട്ടത്, തറയിലോട് ചേർന്ന് കിടന്ന മോള് മരണപ്പെട്ട് ഇപ്പോൾ ഈ മോനായി. അതുപോലെ നമുക്ക് ഏറ്റവും വിഷമം എനിക്ക് തോന്നുന്നത്, എല്ലാം എനിക്ക് വിഷമം തന്നെയാണ്. അപ്പോൾ ഞാൻ നിൽക്കുന്ന മേഖലയിലുള്ള എൻ്റെ അതിഥികളുടെ കടിയിട്ട് മരണപ്പെടുന്ന എല്ലാം എനിക്ക് വിഷമം തന്നെയാണ്. പക്ഷേ നമ്മുടെ ചെറിയ പെരുങ്കുഴിക്ക് അടുത്ത് ഒരു ഫോട്ടോഗ്രാഫറുണ്ട്. അതിനിപ്പോൾ ഒരു 10-35 വയസ്സായിരിക്കണം. അദ്ദേഹത്തിന് ഒരു 20-25 വയസ്സൊക്കെ ഉള്ള സമയത്ത് അദ്ദേഹം രാത്രി സ്റ്റുഡിയോ അടച്ച് വീട്ടിൻ്റെ മുറ്റത്ത് എന്തോ കടിച്ചു, ശ്രദ്ധിച്ചില്ല. രാത്രിയായപ്പോൾ അദ്ദേഹത്തിന് എന്തോ റിയാക്ഷൻ തോന്നിയിട്ട് അദ്ദേഹം നേരെ മെഡിക്കൽ കോളേജിൽ വന്നു. 1.5 മാസം കിടന്ന മെഡിക്കൽ കോളേജ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഒരു കൈക്ക് സ്വാധീനമില്ലാതെ ഓർമ്മ കുറഞ്ഞിട്ട് അദ്ദേഹം ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത് ശങ്കുരം പാമ്പ് നമുക്ക് വേദന ഇല്ലാത്തതുകൊണ്ട്, നമുക്ക് പെട്ടെന്ന് തലച്ചോറിനെ ബാധിക്കുന്നതുകൊണ്ട്, നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താൻ കഴിയാത്തതുകൊണ്ടാണ് പെട്ടെന്ന് അപകടം പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ ബോധവൽക്കരിക്കണം. ഞാനൊക്കെ എൻ്റെ അറിയാലോ, ഞാനൊരു 2006 മുതൽ ഇപ്പോൾ 2006 മുതൽ ട്രെയിൻ ആദ്യമായിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് ക്ലാസ്സുകളും. ഇപ്പോൾ നാളെ തന്നെ ഇപ്പോൾ പാമ്പടിയിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് പാമ്പടി ആളുകൾ ഭയന്നിട്ട് അങ്ങനെ കോൾ വരും. ഇന്നിപ്പോൾ നമുക്ക് എന്താ പറയുക 5 തെങ്ങ് തീരദേശ മേഖലയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, ചേട്ടാ ക്ലാസ് വേണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. നാളെ എന്താ പറയുക കൊട്ടാരക്കര കളരി സംഘത്തിന് ക്ലാസ് വേണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. ക്ലാസ് അവർക്കിപ്പോൾ അവയർനെസ് അല്ല ചേട്ടൻ ഇങ്ങനെ ആളുകൾക്കൊപ്പം ജനങ്ങൾക്കൊപ്പം ഒക്കെ നിന്നിട്ട് പോലും എന്തുകൊണ്ടായിരിക്കും ഈ വിമർശനങ്ങൾ ഓരോന്നായിട്ട് കുശുമ്പ് എന്ന് പറഞ്ഞ സാധനം ഉള്ളിടത്തോളം കാലം ഒരു കാര്യം ഇതിലിപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതിലൊന്നുമില്ല. ഇപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുന്നു, അപ്പോൾ എനിക്ക് നല്ല പച്ചയായിട്ട് പറയാൻ പറ്റുന്നു. അങ്ങനെ പറയുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് പറയാൻ പറ്റുന്ന അനുഭവമുള്ളവർക്ക് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പാമ്പ് കടി കിട്ടാത്ത ഒരാളിന് പാമ്പ് കടിയെക്കുറിച്ച് പറയാൻ പറ്റുമോ? നിങ്ങൾക്കറിയില്ല, എനിക്ക് ഏകദേശം എല്ലാം ടോട്ടൽ ഞാൻ ഈ പാമ്പിനെ പിടിക്കാൻ പോകുന്ന അവരെ ബോധവൽക്കരണം, അവരെ മുന്നിൽ വെച്ച് തന്നെ ചേരയുടെയും ചുരുട്ടയുടെയും നീർക്കോലിയുടെയും കാട്ടുപാമ്പിൻ്റെയും പെരുമ്പാമ്പിൻ്റെയും ഒക്കെ കടികൾ വാങ്ങി കാണിച്ചിട്ട് ഇതാണ് പെരുമ്പാമ്പ്, ഇതൊന്നും വെനമസല്ല, ഇത് പേടിക്കേണ്ടതില്ല, ഇത് അലർജി പോലും ഉണ്ടാക്കാൻ പോകുന്നില്ല. അതുപോലെ ഞാൻ വെനമുള്ള പാമ്പിൻ്റെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയ്ക്കടുത്ത് പുത്തൂർ ശ്രീ നാരായണ ആയുർവേദ കോളേജിൽ നിങ്ങളൊന്ന് വിളിച്ച് ചോദിച്ചു നോക്കൂ. ഒരു 10 വർഷങ്ങൾക്ക് പിന്നെ ഞാൻ ക്ലാസ് എടുത്തുണ്ടെങ്കിൽ എനിക്ക് അണലിയുടെ കടിയില്ല. അപ്പോൾ ഞാൻ അവരുടെ നിങ്ങൾ ഫസ്റ്റ് എയ്ഡായി ചെയ്യേണ്ടത് ഭയപ്പെടാതിരിക്കുക എന്ന് പറഞ്ഞു തരുന്ന എനിക്കാണെങ്കിൽ അണലിയുടെ കടി കിട്ടും. കടി കിട്ടിയോണ്ട് ഞാൻ എന്താ ചെയ്യുക? ഞാൻ ഉടനെ പേടിച്ചിട്ട് അതൊക്കെ ഞെക്കി കളഞ്ഞ് ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞെങ്കിൽ വാരിക്കെട്ടി വരാം. ഞാൻ നിങ്ങളോട് ചോദിക്കും. ഞാൻ 1.5 മണിക്കൂർ ക്ലാസ് എടുക്കുന്ന കുട്ടികളെ പേടിച്ചു പോകുമല്ലോ. പേടിച്ചു. അപ്പോൾ ഞാൻ അവർക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? തെറ്റായ മെസ്സേജ് കൊടുക്കുന്നത്. ഞാൻ പേടിച്ച് ഓടിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് 1.5 മണിക്കൂർ ക്ലാസ് എടുത്തിട്ട് ആ ക്ലാസ്സിൽ എല്ലാ പാമ്പുകളെയും പരിചയപ്പെടുത്തി ക്ലാസ്സിൻ്റെ എൻഡ് ചെയ്തതിന് ശേഷം ഞാൻ അവിടെ നിന്ന് വണ്ടിയിൽ നേരെ ട്രിവാൻഡ്രം മെഡിക്കൽ. അപ്പോൾ എനിക്ക് കൊട്ടാരക്ക് എൻ്റെ വീട്ടിൽ 1.5 മണിക്കൂർ സമയത്ത് കൂടുതലെടുക്കും. ഞാൻ അത്രയും ട്രാവൽ ചെയ്തൊന്നും എന്നിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത്. അപ്പോൾ ഒരാൾ പോലും അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത്ര ഇതാണ് നമ്മളപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് എയ്ഡായിട്ട് പേടിക്കാതിരിക്കുക. അവർക്കപ്പോൾ ധൈര്യപ്പെട്ടൊരു പാമ്പ് കടിയപ്പോൾ അവർ ഒന്നേ പറഞ്ഞാൽ പറയും കൂടാൻ ധൈര്യമായിട്ട് ഒരു പ്രശ്നം ഒന്നുമില്ല. ഇപ്പോൾ രാജഗോപാലൻ കഴിച്ച് ചേര കഴിച്ചാൽ ധൈര്യമായിട്ട് ഒരു പ്രശ്നം നമുക്കിപ്പോൾ 2 ദിവസം ഇപ്പോൾ നമുക്കിപ്പോൾ ടെസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞാൽ അവരെങ്കിൽ ധൈര്യം കൊടുക്കുകയാണ്. അത് ഒരു രോഗിയെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമായ കാര്യമാണ്, ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അത് ആ ഡോക്ടർമാരെ കൊണ്ട് പറ്റുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നോടനെ നിന്നെ ഒരു ഡോക്ടർ പിടിച്ച് അയ്യോ ഇത് രാജഗോപാലൻ കഴിച്ച പാടാണല്ലോ, നിങ്ങൾ വെന്റിലേറ്റ് ചെയ്യേണ്ടി വരുമല്ലോ, ഇത് അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമല്ലോ എന്നൊക്കെ ഒരു പേഷ്യൻ്റെ പറഞ്ഞ അവസ്ഥ എന്താണ്? അവർ പേടിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഈ ചെറിയ മോൻ്റെ ആയിരുന്നു നമുക്ക് എടുക്കാം. മോന് ഭയങ്കര കൂളായിട്ടിരുന്ന മോനാണ്. മോൻ പറഞ്ഞ് എൻ്റെ കഴുത്തിൽ കൂടെ വലിയ പാമ്പ് കയറി പോയി എന്നെ കടിച്ച്. എൻ്റെ വീഡിയോ എല്ലാം കാണുന്ന പുള്ളിയാണ്. മോൻ എൻ്റെ വീഡിയോ എല്ലാം കാണുന്നുണ്ടെന്ന് പറയും. അപ്പോൾ തള്ളവല്ലി കടിച്ചു എന്ന് പറയും. അപ്പോൾ മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാൽ കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അപ്പോൾ ഡോക്ടർ നേഴ്സ് അവിടുത്തെ സിറിഞ്ച് എടുത്തപ്പോഴത്തേക്ക് മോൻ പേടിച്ചു. സിറിഞ്ച് അവന് ഭയങ്കര ഇഞ്ചക്ഷൻ അവന് ഭയങ്കര പേടിയാണ്. ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ അവൻ പേടിച്ച് അപ്പോഴാണ് അവൻ പാനിക്കാവുന്നത്, അപ്പോഴവൻ തളർന്നു എന്നുള്ള.
പെട്ടെന്ന് ഡെത്തിലേക്ക്. പിന്നെ അവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്ററിൽ അവർ വന്നില്ല, അതിന് മുന്നേ നമ്മൾ ഡെത്തായി. കാരണം ഇവിടുന്ന് അവർ ഓടി അവിടെ ബൈക്കിൽ അവിടെ കൊണ്ടുചെല്ലുന്നു, അവിടെ നിന്ന് കുറേ സമയം വെയിറ്റ് ചെയ്യുന്നു, പിന്നെ ഡോക്ടറെ വിളിക്കാൻ അവർ പോയിരിക്കുന്നു, ഇങ്ങനെ കുറേ സമയം വേസ്റ്റ് ചെയ്തു. ആ സമയം ഒന്നും പാടില്ല. ഇതെല്ലാം ഒരു ആക്സിഡൻറ്റ് പോലെയല്ല, ഒരു കാലൊടിഞ്ഞ ഒരാളിനെ കൊണ്ടുപോകുന്നതല്ല, മരത്തിൽ നിന്ന് ഒരാളിനെ കാലൊടിഞ്ഞ കൈയൊടിഞ്ഞ പോകുന്ന പോലെയല്ല, അല്ലെങ്കിൽ ഒരു വണ്ടി തട്ടി ഒരാൾ ഇട്ടിനെ കൊണ്ടുപോകുന്നത് പോലെയല്ല. ഒരു പാമ്പടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സഡൻ എത്രയും പെട്ടെന്ന് കിട്ടുന്ന വാഹനം ഏതാണോ അതിലെടുത്ത്. ഒരു കാരണത്തിനും ഒരാളും പാമ്പ് പിടിച്ചാലിനെ കോരി എടുക്കരുത്, തോളിലിടരുത്. ഇവിടെയൊക്കെ കാണുന്നതാണ്, പെട്ടെന്ന് തോളി എടുത്തിട്ട് ഓടി വണ്ടി കിട്ടുന്ന സ്ഥലം വരെ പോകും. ഒരിക്കലും പാടില്ല. കസേരയിൽ ഇരുത്തി തന്നെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ രണ്ടുപേരും എടുത്ത് ഇങ്ങനെ എന്തെങ്കിലും ലോക്ക് ചെയ്ത് കൊണ്ടുപോകണം. അത് ഓടിക്കൊണ്ട് പോകരുത്, കെട്ടിനെ ഓടിക്കൊണ്ടുപോകാതെ ലോക്ക് ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെ എടുത്തിരുത്തി കൊണ്ടാൽ നമുക്ക് അവരെയൊക്കെ രക്ഷിക്കാൻ പറ്റും. ഒരു അപകടമാണ്. അപ്പം നമുക്കറിയാം, നമ്മുടെ നമ്മളിപ്പോൾ ചെയ്യുന്ന കുറേ നല്ല സയൻറ്റിസ്റ്റുമാരുണ്ട്, നല്ല റിസർച്ച് ഹോൾഡർമാരുണ്ട്, ഇവരെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് മരുന്ന് കണ്ടുപിടിക്കണം. സംസ്ഥാനങ്ങൾക്ക് വരും. നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഇവിടെ വനത്തിൻ്റെ പ്രോട്ടീൻസ് എല്ലാം തമിഴ്നാട്ടിലല്ല മഹാരാഷ്ട്രയിലല്ല കർണാടകത്തിൽ. ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താ, ഇപ്പോൾ നമുക്ക് പോളിവാലൻ്റ് എന്നറിയപ്പെടുന്ന ഒരു മരുന്നേ ഉള്ളൂ. ഈ മരുന്ന് എല്ലായിടത്തും പ്രയോഗിക്കുകയാണ്. ഇത് മരുന്ന് വില കൊടുത്തിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്, ഇരുള സൊസൈറ്റി നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എത്രത്തോളം വിജയിക്കുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ. ആൻറ്റിവെനത്തിന് മരുന്നിന് കാലാവധിയുണ്ട്, അത് ആരെങ്കിലും ചെക്ക് ചെയ്യാറുണ്ടോ? ഒരു മരുന്നിന് 2 വർഷം കാലാവധികളും. ഞാൻ ചോദിക്കട്ടെ, പാമ്പ് കടിയേറ്റ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് മരണപ്പെടുന്ന എത്ര കേസുകൾ നിങ്ങൾക്ക് വേണം? ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഈ സൈഡ് എഫക്റ്റ് കൊണ്ട് മരണപ്പെടുന്ന എത്ര കേസുകളുണ്ട്? അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, ഇത് നമ്മൾ ചുമ്മാ പറയുന്നത്, ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റുന്നത്, ഇതൊക്കെ പഠനമാക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ ചെയ്യേണ്ടത് ഈ അവസാനമായിട്ട് ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ഇനി അങ്ങോട്ട് ഒരു ടീം വർക്കായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി ഒരു ടീമായിട്ട് ഒരാളും പരിചയിക്കില്ല, എല്ലാവരും ഇപ്പം വേണ്ടി ആരോഗ്യവകുപ്പ് ആരോഗ്യവകുപ്പ് സർക്കാരായിരുന്നാലും അതുപോലെ നമ്മുടെ വനം വകുപ്പായിരുന്നാലും പിന്നെ റിസോഴ്സ് ഹോൾഡർമാരെല്ലാം ഒരേ മനസ്സോടെ മുന്നോട്ട് പോയാൽ ഒരു 2030 കൊണ്ടൊന്നും 0 ഡെത്തൊന്നും ഞാൻ പറയുന്നില്ല, ഒരു 35-40 ആകുമ്പോൾ നമുക്ക് സ്നേക്ക് ബൈറ്റ് 0 ഡെത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഒരാൾ പറയും നമുക്ക് 30 ആകുമ്പോൾ ഒന്നും മറിക്കാൻ പറ്റില്ല, ഒരു 10-15 വർഷത്തിനകത്ത് നമുക്കത് ഡെവലപ്പ് ആക്കി കഴിഞ്ഞാൽ ഒരു കേസ് പോലും കേരളത്തിൽ പാമ്പ് കടിയിൽ ഡെത്ത് ഉണ്ടാകത്തില്ല, അതിന് യാതൊരു സംശയം. പക്ഷേ അത് നല്ല മനസ്സോടെ അർപ്പണബോധമുള്ള സയൻറ്റിസ്റ്റുമാർ വന്നിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ കാശിനോട് ആർത്തിയുള്ള ഒരാൾ വന്നാൽ ഇത് വിജയിക്കാൻ പോകുന്നില്ല. ഇതിനകത്ത് ഒരു രീതിയിലുള്ള അലിഗേഷൻ ഉണ്ടാവാതെ മുന്നോട്ട് പോയാൽ ഇത് വിജയിക്കും. അല്ലെങ്കിൽ യാതൊരു കിറ്റ് നമുക്ക് വിജയിച്ചതുപോലെ ഈ കിറ്റ് ഭയങ്കര അനിവാര്യമാണ്. കിറ്റിനുള്ള വാർത്താ പ്രാധാന്യം വന്നിട്ട് അത് വരാൻ പോകുന്നേ ഉള്ളൂ. കിറ്റ് ഏറ്റവും അനിവാര്യമാണ്. കാരണം ഒരു പാമ്പ് കടിച്ചാലുള്ള ബ്ലഡ് റിപ്പോർട്ട് ആദ്യത്തെ ടെസ്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞ് കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ അടുത്ത 2 മണിക്കൂർ കഴിഞ്ഞ് കിട്ടുന്നുള്ളൂ, അവസാനം 6 മണിക്കൂർ കഴിഞ്ഞ് കിട്ടുന്നു. ആ റിപ്പോർട്ട് വരുന്നതിന് മുന്നേ നമുക്ക് ചെയ്യാൻ പറ്റും. വിത്തിൻ സെക്കൻഡ്സ് ആ പെട്ടെന്ന് മുറിവിൽ വന്ന ബ്ലഡ് സ്പോട്ട് ചെയ്യുന്നു, പെട്ടെന്ന് നമ്മൾ എടുക്കുന്നു, അടുത്ത സെക്കൻഡ് അറിയാൻ പറ്റുന്നു. അത് കോബ്ര വൈറ്റ് ആണ്, അല്ലെങ്കിൽ ക്രൈറ്റ് ആണ്, അല്ലെങ്കിൽ റസൽ വൈപ്പറാണ്, അല്ലെങ്കിൽ കിങ് ഓഫ്. അടുത്ത സെക്കൻഡ് നമുക്ക് മെഡിസിൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആളിനെ നമുക്ക് പെട്ടെന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇതാണ് നമുക്ക് ഏറ്റവും അനിവാര്യം എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മുടെ ഭാരതത്തിൽ ഒരിടത്തും ആരും പാമ്പടിച്ച് മരണപ്പെടാതിരിക്കട്ടെ, കേരളത്തിൽ ഒരാളിനും എന്താ പറയുക പാമ്പടി മരണം ഉണ്ടാവാൻ പോകുന്നില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.